ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബബിതയും രോഹിത്തുമായിട്ട് വരികയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കാണുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൈതക്കലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറയുകയാണ്. അവിടെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി അവരെ നോക്കുകയാണ്. അപ്പോൾ രോഹിത് കാര്യങ്ങളൊക്കെ പറയണം. അമ്മ അന്ന് ഹോസ്പിറ്റലായ സമയത്ത് ശിവനങ്കിളും കമലാൻ്റിയും നമ്മുടെ ഹരിശങ്കർ എല്ലാവരും കൂടെ വന്ന് അലീനയെ പുറത്താക്കിയതാണ്. അവളെ പാല ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടതാണ്. പക്ഷേ അവളെ അച്ഛൻ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് വളരെയധികം പ്രശ്നം ഉണ്ടാക്കി. അവിടെ നിന്ന് കമലാൻ്റിയും അങ്കിളിനെ എല്ലാം തുറപ്പുകൊണ്ട് അടിച്ചിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടെന്ന് നിൽക്കാൻ വയ്യാതെ അങ്കിൾ പറഞ്ഞു, ബബിതയെ നീയും രോഹിത്തും കൂടി ഇറങ്ങാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. പൊന്നെ അമ്മയും അങ്ങോട്ട് തന്നെ വരണം, ഇനി അലീനുള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പോകില്ല എന്ന് രോഹിത് തീർത്ത് പറയുകയാണ്. ബബിതയ്ക്കും അതേ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് ഇവിടെ ശിവനങ്കിളും പിന്നെ രാജീവ് അങ്കിളും എല്ലാവരും ഉണ്ട്. അവർ അപ്പുറത്തെ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ മനുവേട്ടനും ഉണ്ട്. ഗംഗാധര അങ്കിൾ 2 ദിവസത്തിനകം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കേട്ട് നേഴ്സ് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് സമയമായല്ലോ, ഇനി നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ കുറച്ചും കൂടി സംസാരിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. പിന്നെ അലീനയുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അലീന അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എന്ന് ബബിത പറയുകയാണ്. ഇത്രയൊക്കെ ആയിട്ട് അച്ഛന് മതിയാവുന്നില്ലല്ലോ അമ്മയെന്നൊക്കെ പറയണം. അപ്പോൾ നേഴ്സ് വഴക്ക് പറയുകയാണ്, നിങ്ങൾ നല്ല കാര്യം നിങ്ങൾ പറയൂ, പേഷ്യൻസിനെ കൂടെ വെറുതെ ടെൻഷൻ അടുപ്പിക്കരുത്, നിങ്ങളൊന്ന് പോയി എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുകയാണ്. കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അപ്പോൾ വൈജയന്തിക്ക് നീ അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും വാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് അവിടെ ശിവനും ഹരിശങ്കറും രാജുവൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല അലീന വന്നത്. അപ്പോൾ ഇവളെയാണ് ബൈസ്റ്റാൻഡറായിട്ട് നിർത്താൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, അവൾ നിന്നാൽ എന്താ കുഴപ്പം, അവൾ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയെ കൂട്ടി റൂമിലോട്ട് പോവുകയാണ്. ഇവർ നാണോ ഇല്ലല്ലോ ഇങ്ങനെ കൊണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ പല കുറ്റങ്ങളും പറയുകയാണ്. അങ്ങനെ അലീന റൂമിലെത്തുകയാണ്. വൈജയന്തിയെ കാണുകയാണ്. അപ്പോൾ വൈജയന്തിയെ കാണുന്ന മാത്രത്തിൽ തന്നെ അലീനയ്ക്ക് വളരെയധികം വിഷമമാവുകയാണ്. കാരണം എത്രയായാലും എൻ്റെ സ്വന്തം അമ്മയാണല്ലോ, അമ്മയ്ക്ക് ഗതിയൊന്നും ഓർത്ത് അലീന കരയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നേഴ്സുമാർ ചോദിക്കുകയാണ്, ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ മൂത്ത മകളാണ് എന്ന് പറയുകയാണോ, അപ്പോൾ അമ്മയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജയന്തി അന്തം വിട്ട് ദേഷ്യത്തെ അലീനയെ നോക്കുകയാണ്. അപ്പോൾ മോൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ GDM കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ GDM ഇത്രയും നല്ല കോഴ്സുകളുണ്ടായിരുന്നു, മെഡിസിനും എഞ്ചിനീയറിംഗ്, അതൊക്കെ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ രോഗി പരിചരണം എനിക്ക് വലിയ ഇഷ്ടമാണ്, അതാണ് ഞാൻ എടുത്തതെന്ന് പറയുകയാണ്. അതെന്തായാലും നല്ല കാര്യമാണെന്ന് പറയുകയാണ്. എന്നിട്ട് അലീന വൈജയന്തിൻ്റെ കയ്യിൽ പതുക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ അപ്പോൾ വൈജയന്തി കൈ മാറ്റുകയാണ് ദേഷ്യത്തിൽ. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ അമ്മയുടെ ശത്രുവല്ല, ഞാൻ അമ്മയുടെ വളരെ അടുത്ത മിത്രമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ ശരീരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നേഴ്സിൻ്റെ കൂടെ അലീനയും കൂടാമോ എന്ന് നേഴ്സുമാർ ചോദിക്കുകയാണ്. അപ്പോൾ കൂടാമെന്ന് പറയുകയാണ്. അങ്ങനെ വൈജയന്തിയെ എടുക്കുകയോ ചെയ്യുമ്പോൾ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താ പിണക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ് നേഴ്സ്. എന്നിട്ട് അലീനയോട് കൊടുക്കാൻ പറയണം. അങ്ങനെ അലീന വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് വൈജയന്തി തിരിഞ്ഞ് മാറുകയാണ്. അപ്പോൾ നേഴ്സിന് മനസ്സിൽ എന്തോ ഇവർക്കിടെ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ നേഴ്സ് തന്നെ പിടിച്ച ജ്യൂസ് അത്രയും കുടിപ്പിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും അലീന വളരെ സങ്കടത്തോടുകൂടി തന്നെ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശിവനും രാജുവും കൂടി ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല, അവൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന തീരുമാനം അവർ എടുക്കുകയാണ്. അങ്ങനെ രാജു എല്ലാ ഗുണ്ട സെറ്റപ്പുകളൊക്കെ ആക്കുകയാണ്. അലീനയെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോവുക. അതായത് അലീന ഹോസ്പിറ്റൽ വന്ന് നിന്നിട്ട് വൈകിട്ട് 6:30 ആകുമ്പോൾ പോകുമല്ലോ, അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും അലീനയെ തട്ടിക്കൊണ്ട് പോകാൻ ആളെ ഏർപ്പാട് ചെയ്യണം എന്നുള്ളൊരു പദ്ധതി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ശിവേട്ടനോട് പറയുകയാണ്. അപ്പോൾ ശിവേട്ടൻ പറയുകയാണ്, ഇത് പെൺവിഷയമാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, പീഡന കേസ് ആവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജീവ് പറയണം, അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ എൻ്റെ അളിയനെ തന്നെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 25 ഏക്കറിൽ ഒരു വീടുള്ളതാണ്, അപ്പോൾ അവിടെ ആരും ആൾ താമസമില്ല, അങ്ങോട്ടാണ് അലീനയെ കൊണ്ടുപോകുന്നത്, അവൾ അവിടെ തൽക്കാലം കിടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാം നീ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണല്ലോ, അതേന്ന് രാജീവ് പറയണം. അപ്പോൾ ശിവേട്ട എനിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം ചെയ്യുക, നമ്മുടെ ഗോവർദ്ധനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റുക ആ സമയത്ത്. അതായത് അലീന എന്തായാലും തിരിച്ചു കൊണ്ടാക്കുന്ന ഗോവർദ്ധനായിരിക്കും. അപ്പോൾ ഗോവർദ്ധൻ അവിടെ കാണാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് അവൾ ഓട്ടോ എല്ലാം പിടിച്ചു പോകാനാണ് സാധ്യത, ആ സമയം നമുക്ക് പൊക്കാമെന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ എല്ലാം അങ്ങനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ശിവേട്ടനും പറയുകയാണ്.
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6:30 ആയപ്പോൾ അലീന ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയം ഗോവർദ്ധൻ്റെ ഭാര്യ സുലോചന, അതായത് ബാലചന്ദ്രൻ്റെ സഹോദരി വൈജയന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ അങ്കിൾ എവിടെയും ചോദിച്ചപ്പോൾ അങ്കിൾ പുറത്തോട്ട് പോയെന്ന് സുലോചന പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അലീന, നീ ഇതുവരെ ഇറങ്ങിയില്ലേ, സമയം വൈകിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ അങ്കിൾ ഇവിടെ കണ്ടില്ല, ഞാൻ അത് ഇറങ്ങാൻ തുടങ്ങിയാണ്, ഇനിയിപ്പോൾ ഗോവർദ്ധൻ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വരാമെന്ന് പറയണം, എങ്കിൽ പെട്ടെന്ന് വാന്ന് പറയുകയാണ്. അങ്ങനെ ഓട്ടോ പിടിച്ച് പോകാനായിട്ട് നിന്ന അലീനയെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറായിട്ട് ഇതുവരെ വീട് എത്തിയിട്ടില്ല. അങ്ങനെ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്. അങ്ങനെ കൃഷ്ണജമോളെ വിളിച്ച് കാര്യം തിരക്കുകയാണ്. അലീനെ വിളിച്ചോ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, അലീന ചേച്ചി വന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയണം, എന്തായാലും എന്തോ ഒരു പന്തികേടുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ വരെ ചിലപ്പോൾ പോകേണ്ടി വരുമെന്ന് പറയുകയാണ്. അങ്ങനെ ഗോവർദ്ധനെ വിളിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അലീന എവിടെയും ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഓട്ടോ പിടിച്ച് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നു. നീ എന്താണ് ഈ പറയുന്നത്, നിന്നെയല്ലേ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്, അത് ആ സമയത്ത് ശിവേട്ടനും രാജുവും കൂടെ എന്നെ ഹോട്ടലിൽ വിളിച്ചത്, ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നെന്നൊക്കെ ഗോവർദ്ധൻ പറയുകയാണ്. എന്തിനാണ് വിളിച്ചിരുന്നത്, അത് ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചു, നീ വാങ്ങിയോ ചോദിക്കുകയാണ്. ഞാൻ വാങ്ങണ്ടേരുന്നാന്ന് ചോദിക്കുകയാണ്. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ അലീന അവിടെ വല്ലതും നിൽപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാനായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജമോളും ബാലചന്ദ്രനും പെട്ടെന്ന് തന്നെ കാറും എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കാറിൽ വെച്ച് ശിവേട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ അലീനയെ കാണാനില്ല, 2 മണിക്കൂർ അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട്, അലീന എവിടെയും ചോദിക്കുക. അലീന എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം, നീ ചെന്ന് അന്വേഷിക്കാനായിട്ട് പറയുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. എനിക്ക് എന്താണ് പങ്ക്, നീ നിൻ്റെ മോളെ കൊണ്ട് നടക്കുന്നു, അതിന് എനിക്കൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോവുകയാണ്, അപ്പോൾ നീ കേസ് എന്ത് വേണോ കൊടുത്തോ, നമുക്ക് പോലീസ് സ്റ്റേഷനിലെ കോടതിയിൽ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ റൂമിലെത്തുമ്പോൾ നമ്മുടെ സുലോചന വൈജയന്തിയെ കാര്യങ്ങളൊക്കെ തിരക്കണം. പക്ഷേ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല, കാരണം തന്നെ ചതിച്ച ഭർത്താവിൻ്റെ സഹോദരിയാണല്ലോ സുലോചന. അപ്പോൾ ആ സമയത്ത് അവിടെ നേഴ്സ് വരികയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ ആൻറ്റിക്ക് എന്തെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന വൈജയന്തിയുടെ സ്വന്തം മകളല്ല എന്നൊക്കെ പറയണം, കല്യാണത്തിന് മുമ്പുള്ളൊരു കുട്ടിയാണ്, അപ്പോൾ എടുത്ത് വളർത്തുന്നതാണോ, അത് വലിയ കഷ്ടം തന്നെ, ഈ 2ാം അമ്മയുടെ പീഡനമാണ് ഈ ലോകത്ത് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്, നാത്തും പോരും അമ്മായിയമ്മ പോരൊക്കെ പിന്നെ സഹിക്കാമെന്നൊക്കെ നേഴ്സ് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീനയാണ് കാണിക്കുന്നത്. അപ്പോൾ അലീന വായെല്ലാം കെട്ടി കയ്യും എല്ലാം കെട്ടിയിട്ട് ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ അലീനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് രാജീവിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇനി അലീനെ കണ്ടുപിടിക്കുമോ എന്താണെന്നൊന്നും ഒരു അറിവുമില്ല. അപ്പോൾ ഈ സമയത്ത് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്